ഇവിടെ ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് എന്തുമാകാം, അവർ നിയമം കയ്യിലെടുത്തു, അവർ അതിൻ്റെ കാര്യങ്ങൾ നടപ്പാക്കുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് ഉറപ്പ് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് എൻ ഐ എ കോടതിയിലേക്ക് വിട്ടത് തെറ്റായി പോയി എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. കേരളത്തിലെ സാഹചര്യം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടാകാം. കാരണം ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ഒരു കൃത്യമായ കണക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, എത്ര ശതമാനം നേടണമെന്നുള്ള ഇവിടെ പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പോൾ ആ ശതമാനത്തിലേക്ക് എത്തണമെങ്കിൽ 25% അത് കിട്ടണമെങ്കിൽ ഇവർ കൂടിയാലേ കണക്കൊപ്പിക്കാൻ പറ്റൂ എന്ന് രാജീവ് ചന്ദ്രശേഖർ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന്. ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ അവിടെ ഇനി തടയില്ല, ഈ ജാമ്യത്തെ എതിർക്കില്ല എന്ന് പറയുന്നു. ജാമ്യത്തെ എതിർത്തില്ലെങ്കിലും അവിടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സഭയുടെ നിലപാടെന്തായിരിക്കും? കന്യാസ്ത്രീകൾ അഥവാ മോചിപ്പിക്കപ്പെടുകയാണ്, ജാമ്യത്തിൽ അവർ പുറത്തിറങ്ങിയാണെങ്കിൽ ഇനി സഭ എടുക്കുന്ന നിലപാടാണ് ഏറ്റവും പ്രധാനം. അതായത് കന്യാസ്ത്രീകൾ ഇതാ പുറത്തിറങ്ങിയിരിക്കുന്നു, കന്യാസ്ത്രീകളെ ഞങ്ങളിതാ പുറത്തിറക്കിയിരിക്കുന്നു, ഞങ്ങളിതാ വലിയ കാര്യം ചെയ്തിരിക്കുന്നു, ഞങ്ങളെ വലിയ മനസ്സ് നിങ്ങൾ കാണൂ എന്ന് പറയുന്നതിൽ ഇനിയും സഭ വീഴുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവർക്ക് അതിലേക്കുള്ള കൃത്യമായ ബോധ്യത്തിലേക്ക് അടുത്ത ഉന്നം ഞങ്ങളാണ് എന്ന തിരിച്ചറിവിലേക്ക് അവർ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ തിരിച്ചറിവിലേക്ക് എത്തിയതായി ചില മതമേലധ്യക്ഷന്മാരുടെ പ്രതികരണത്തിലുണ്ട്, പക്ഷേ ചിലരുടേതിൽ ഇല്ല എന്നുള്ളതാണ്. ന്യൂനപക്ഷം ഭയക്കേണ്ട, ജനാധിപത്യപരമായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയാത്ത, മതനിരപേക്ഷ നിലപാടുള്ളവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം വീണ്ടും വീണ്ടും പോവുകയാണ്. ഇന്ന് വന്നിരിക്കുന്ന സുപ്രധാന ഒരു വിധി കൂടിയുണ്ടല്ലോ, പ്രജ്ഞാ ഠാക്കൂറിനെ അടക്കം മോചിപ്പിച്ചുകൊണ്ടുള്ള കോടതി വിധി, എല്ലാ കുറ്റവാളികളെയും മോചിപ്പിച്ചുകൊണ്ടുള്ള കോടതി വിധി കൂടി വന്ന ദിവസമാണ്.